നമ്മുടെ കുട്ടിപ്പട്ടുമാല കാണാനായിട്ട് കുറേ കുട്ടികളും അതുപോലെ തന്നെ ഉപ്പമാരും ഉമ്മമാരും പിന്നെ ചോട്ടാസ് ബഡാസ് കാണാനായിട്ട് കുറേ ചോട്ടാസും ബഡാസും ഒക്കെ ഉണ്ടല്ലേ ഇപ്പോൾ. പക്ഷേ ഇവർ മാത്രമല്ല, നമ്മൾ ഒന്നും കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ജനാലിൻ്റെ ആ ഒരു സൈഡിലേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രാവുകൾ ഇരുന്ന് നമ്മുടെ പാട്ടുകൾ ആസ്വദിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ പനമരത്തിൽ കുറേ തത്തമ്മ കൂട്ടങ്ങളും അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് മിന്നാമിന്നി കൂട്ടങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. ആൻഡ് ഇവരെല്ലാവരും നമ്മുടെ പാട്ടുകളിലേക്ക് ഇങ്ങനെ കാതോർത്തിരിക്കുകയായിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് മാത്രമല്ല, നമ്മുടെ കുട്ടിപ്പട്ടുമാലിൻ്റെ സംഗീതം പ്രകൃതിയിലേക്കും കൂടെ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ നിഷ്കളങ്കമായ എപ്പിസോഡിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ് ഒരു പിടി കുട്ടിക്കുറുമ്പുകളുമായിട്ട്. സോ വി വെൽക്കം യു ടു നോറ കുട്ടിപ്പട്ടുമാൽ, സെലിബ്രേറ്റഡ് ബൈ ചിക്കിങ്, പ്രസന്റഡ് ബൈ അപ്പോളോ ഗോൾഡ് ആൻഡ് പവർഡ് ബൈ കംപാസ് ഇലക്ട്രോണിക്സ്. കുട്ടിപ്പട്ടുമാലിൻ്റെ 6ാം ഘട്ടം ആരംഭിച്ചപ്പോഴേക്കും ശരിക്കും നിങ്ങൾ എല്ലാവരുടെ മനസ്സിലും ആകാംക്ഷ ഉണ്ടായിരിക്കും അല്ലേ, ആരായിരിക്കും ഫസ്റ്റ് പ്രൈസ് എത്തുക, സെക്കൻഡ് പ്രൈസ് എത്തുക, തേർഡ് പ്രൈസ് എത്തുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴേ ആ ആകാംക്ഷ അങ്ങനെ തന്നെ നിന്നോട്ടെ, നമുക്കും അറിയില്ല ആരായിരിക്കും വിന്നർ എന്നുള്ളത്. ഏതായാലും നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വിന്നർ ലഭിക്കാൻ പോകുന്നത് ആൽഫമൺ ബിൽഡേഴ്സ് നൽകുന്ന 12 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് സുൽത്താൻ ഗോൾഡ് നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനം. അതുപോലെ തന്നെ തേർഡ് പ്രൈസ് സൂപ്പർനോവ നൽകുന്ന ഒരു നാനോ കാർ. അപ്പോൾ ഈ 3 സമ്മാനങ്ങളും നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ മനസ്സിലുണ്ട്. അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കും അവരിവിടെ വന്ന് പെർഫോം ചെയ്യുന്നത്. ഏതായാലും ഇന്നത്തെ കോമ്പറ്റീഷൻസ് നല്ലപോലെ നടക്കട്ടെ. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം രഹനത്ത, ഫിറോസിക്ക, സജ്ല. ഇനി സ്വാഗതം ചെയ്യാം നോറ കുട്ടിപ്പട്ടുമാൽ, നമ്മുടെ ഓർക്കസ്ട്ര. നോറ കുട്ടിപ്പട്ടുമാൽ ചോട്ടാസ് ബഡാസുമായിട്ടുള്ള ഒരു ഡിവറ്റ് പെർഫോമൻസ് ആണ്. അപ്പോൾ ഏതായാലും ചോട്ടയുണ്ട്, ഒരു ബഡയുമുണ്ട്. അപ്പോൾ ഇന്ന് ബഡ ബഹനാണ് എന്നോടൊപ്പം. ആരാണ് നോക്കണ്ടേ? ലെറ്റ്സ് വെൽക്കം ദിൽന. താങ്ക് യു. ദിൽന ലുക്കിംഗ് വെരി ഗോർജിയസ്. ഇന്ന് ഡുവറ്റ് പാടാനായിട്ട് വന്നിട്ടില്ലേ അല്ലേ? എങ്ങനെയാണ്, ഫാസ്റ്റ് നമ്പർ പാടാനാണോ കൂടുതൽ ഇഷ്ടം, അതോ ഡുവറ്റ് നല്ല മെലഡീസ് പാടാനാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് മെലഡീസ് പാടാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഒരു ചോട്ടുവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഏത് ചോട്ടുവാണ്? ഒരു പുലിക്കുട്ടിയാണ്. ഏതാണ് ആ ചോട്ടു പുലിക്കുട്ടി? നമ്മുടെ ആദിഷ് കൃഷ്ണ. വാ, ഓക്കെ. അപ്പോൾ ഏതായാലും നമുക്ക് ആ പുലിക്കുട്ടി ഒന്ന് വേദിയിലേക്ക് വിളിക്കാം. സ്വാഗതം ചെയ്യാം ആദിഷ്. ആദിഷ്, ഈ ഇത്ത പറഞ്ഞത് കേട്ടോ? പുലിക്കുട്ടിയാണെന്നാ പറഞ്ഞത്, അതുകൊണ്ടാണോ അവിടുന്ന് ഇറക്കി പിടിച്ച് നടന്നു വന്നേ? ഇതോ പുലിക്കുട്ടിയോ? ഇത് പൂച്ചക്കുട്ടിയല്ലേ? സത്യത്തിൽ അവൻ്റെ കൂടെ പാടുമ്പോഴിപ്പോൾ എനിക്ക് ടെൻഷൻ. പാട്ടില്ലേ അല്ലേ? ഓക്കെ, പറഞ്ഞു കേട്ടില്ലേ? അപ്പം നല്ലപോലെ പാടണം. അത്രയും എക്സ്പെക്ടേഷൻ ആണ് കൂടെ പാടുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ബഡയ്ക്ക് വരെ, ബഡ ബഹന് വരെ, ജഡ്ജസിനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആദർശിൽ നിന്ന് നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. നല്ലപോലെ പാടില്ലേ? ഇപ്പം ഞങ്ങൾക്ക് നാണ, പക്ഷെ പാട്ട് വരുമ്പോൾ കാണാം പുലിക്കുട്ടി അല്ലേ? സോ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ആസ്വദിക്കാം. Allah
കണ്ണിൽ സുറുമയായി മാറി. ദാഹജലത്തിന് നബീസുമായി കാലിട്ടടിച്ച മരുഭൂമി, ദാഹജലത്തിന് നബീസുമായി കാലിട്ടടിച്ച മരുഭൂമി. തേടിയലഞ്ഞു ഹാജറ തന്നുടെ കവിളുകൾ മുറ്റി മിഴിനീരിൽ. തേടിയലഞ്ഞു ഹാജറ തന്നുടെ കവിളുകൾ മുറ്റി മിഴിനീരിൽ. കാൽത്തിടമേറ്റു ജടുതിയിലവിടെ കാട്ടിക്കൊടുത്തു ജലധാര. കാൽത്തിടമേറ്റു ജടുതിയിലവിടെ കാട്ടിക്കൊടുത്തു ജലധാര. യാ അല്ലാഹ് യാ അല്ലാഹ് അർഹമുറാഹിമേ. യാ അല്ലാഹ് യാ അല്ലാഹ്. പള്ളികൾ നിരവധി കയറിയിറങ്ങി. കണ്ടു ഞാനവിടെ നിന്നെ. പള്ളികൾ നിരവധി കയറിയിറങ്ങി. കണ്ടു ഞാനവിടെ നിന്നെ. പരിഭവമില്ല പകയില്ല അവിടെ. പരിഭവമില്ല പകയില്ല അവിടെ. എല്ലാം ഒരു ധ്വനി മാത്രം. എല്ലാം ഒരു ധ്വനി മാത്രം. പട്ടിണി തിന്നും ഗുഹയിലിരുന്നു ഗുരു മെഹമൂദാം വന്ദ്യ റസൂൽ. പട്ടിണി തിന്നും ഗുഹയിലിരുന്നു ഗുരു മെഹമൂദാം വന്ദ്യ റസൂൽ. പൊട്ടിയ വയറിൽ കല്ലുകൾ കെട്ടി ത്യാഗം സഹിച്ച മുത്ത് റസൂൽ. പൊട്ടിയ വയറിൽ കല്ലുകൾ കെട്ടി ത്യാഗം സഹിച്ച മുത്ത് റസൂൽ. കടന്നു ചെന്നൊരു കഅബയ്ക്കുള്ളിൽ കേട്ടത് നിന്റെ തിരുനാമം. കടന്നു ചെന്നൊരു കഅബയ്ക്കുള്ളിൽ കേട്ടത് നിന്റെ തിരുനാമം. യാ അല്ലാഹ് യാ അല്ലാഹ് അർഹമുറാഹിമേ. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് അർഹമുറാഹിമേ. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് അർഹമുറാഹിമേ. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്. ദിൽന ആൻഡ് ആദിഷ് ചേച്ചി നല്ലപോലെ പാടി കേട്ടോ. താങ്ക് യു. ആൻഡ് ദിലിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല, അത്രയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പാടി. ആൻഡ് ആദിഷിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. എന്ത് തോന്നി ആദിഷിന്റെ കൂടെ പാടിക്കഴിഞ്ഞപ്പോൾ? റിഹേഴ്സലിന് പാടിയ പോലെയായിരുന്നു ആദിഷ് പാടിയതോ അതിൽ നന്നായി പാടിയോ? എനിക്ക് തോന്നിയത് അതിൽ നന്നായി പാടിയെന്നാണ്. അതെ അല്ലേ? ആദിഷ് സ്വയം എന്ത് തോന്നി? ചാരി പാടാൻ പറ്റിയിട്ടില്ല. പറ്റിയില്ല, വിചാരിച്ച പോലെ പാടാൻ പറ്റിയില്ല അല്ലേ? ചോദിക്കാം നമുക്ക് ജഡ്ജസിന്റെ അടുത്ത്. ജഡ്ജസ് ഇതിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിക്കാം. ചോദിക്കാം. ആദ്യം ഫിറോസിക്ക. ഇതിൽ നന്നായി പാടി കേട്ടോ. താങ്ക് യു മച്ച്. എല്ലാ ഭാഗവും മനോഹരമായിട്ട് പാടി. ആദിഷിന് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ടും കറേജും അല്ലേ, ധൈര്യവും, അതാണ് ഇവരിലേക്ക് പകർന്നു കിട്ടുന്നത്. അപ്പോഴാണ് അവർ എനർജറ്റിക് ആയിട്ട് പാടുന്നത്. ആ അർത്ഥത്തിൽ ദിൽന 100% വിജയിച്ചു. നന്നായി പാടി. അവസാനം ഒരു ഇംപ്രവൈസേഷനും പാടിയല്ലേ യാളയിൽ, അതും ഭംഗിയായിരുന്നു. ഞാൻ വിചാരിച്ചത് കയ്യിൽ നിന്ന് പോയോ എന്ന് പേടിച്ചു പോയി. അത്ര ടഫ് പാട്ടാണ് അല്ലേ? നമുക്ക് കേട്ടാൽ തന്നെ അറിയുന്ന ആരുടെ സംഗീതമാണെന്ന് കേട്ടാൽ തന്നെ അറിയുന്ന, എന്നെയൊക്കെ സംബന്ധിച്ച് ബാബുക്കയുടെ ട്യൂണാണ്. സത്താർക്കയുടെ വരികൾ സത്താർക്ക തന്നെ പാടി, KG സത്താർക്ക അല്ലേ? ആതിഷ്
അസാധ്യമായി പാടി, മനോഹരമായി പാടി കേട്ടോ. നന്നായിരുന്നു. ഞാൻ വേറെ ഒന്നും ഭയങ്കര ഫീലായിരുന്നു. രണ്ടുപേരും ഇങ്ങനെ എടുത്തെടുത്ത് പാടിയതൊക്കെ ഭയങ്കര ഫീലായിരുന്നു കേട്ടോ. എല്ലാ ഭാഗങ്ങളും നന്നായി പാടി. വലിയൊരു പാട്ടുകാരൻ്റെ പാട്ടെടുത്ത് കൊണ്ടുവന്നു ആദിഷ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. രഹ്നത്ത. ആദിഷ് എന്താ വിളിച്ചേ? പുലിക്കുട്ടി എന്നല്ലേ? കറക്റ്റാണ് കേട്ടോ. ഈ കാണുന്ന പുലിക്കുട്ടിയൊന്നും അല്ല അത്. എന്താണെന്നറിയോ? വില്ലത്തരം കണ്ടാൽ തന്നെ അറിയാലോ. ഇപ്പം വന്ന് നിന്ന് തന്നെ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് തോന്നിയിരുന്നു എന്തൊക്കെയോ ആ ഒരു ആക്ഷൻ കാണിക്കുമ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ ഈ പ്രോഗ്രാമിൽ വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് നമുക്ക് ടൈമിംഗ് ഒക്കെ തരില്ലേ, ആ ഒരു നിപ്പൊക്കെ ആയിരുന്നു. ആന്ന് ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായില്ലേ ആദിഷിന്? മനസ്സിലായോ? നിന്നെ കളിയാക്കിയാടാ ഞാൻ പറഞ്ഞേ, അത് കൊള്ളാം. എന്തായാലും നന്നായിട്ട് പാടിട്ടോ. കാരണം ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാരണം അത്രയും ടഫായിട്ടുള്ളൊരു സോങ്. പിന്നെ ഫിറോസ്ക പറഞ്ഞില്ലേ ഈ പാട്ട് അധികം ഷോസിലൊന്നും റിയാലിറ്റി ഷോയിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പം പിന്നെ അതുമല്ല ബാവുക്കാട് ആ ട്യൂണിന് നമുക്ക് പാടാനുള്ളൊരു പാട്ട് അല്ലേ? അത്രയും ഒരുപാട് സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് നമുക്കങ്ങ് കൈവിട്ട് പോകുമെന്ന് തോന്നുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലും മോന കറക്റ്റായിട്ടാണ് കേട്ടോ. ഞാൻ ദിൽന ഒന്ന് അവനോടത്തൊന്നും പറഞ്ഞോട്ടെ. അപ്പം അങ്ങനെയും കറക്റ്റായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു. നല്ല ഒരുപാട് ഫാൻസുള്ള ആളാണ്. അപ്പം അത് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ച് കൊണ്ടുപോവുക കേട്ടോ. നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു രഹ്നത്ത. സജ്ല. ആദ്യം തന്നെ ഈ ഒരു സോങ് സെലക്ഷന് എല്ലാവരും ദിൽനക്കും ആദിഷിനും ഒരു കൈയടി കൊടുക്കാം. നല്ലൊരു സോങ് സെലക്ഷൻ. ലിറിക്സ് ആണെങ്കിലും ട്യൂണാണെങ്കിലും ഭയങ്കര ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഭയങ്കരം ടച്ച് ചെയ്തു. ഞങ്ങൾക്ക് മൂന്നാക്കും നിങ്ങളുടെ ആ ഒരു സിംഗിങ്ങും മാജിക്കൽ സിംഗിങ് ആയിരുന്നു. ആൻഡ് ഓൾസോ മാജിക്കൽ വോയിസ് ആണ് രണ്ടാളുടേതും. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു രണ്ടാളുടെ സിംഗിങ്ങും. ദിൽനയുടെ സിംഗിങ്ങിൽ എനിക്ക് തോന്നിയൊരു കാര്യം ഭയങ്കര ഫീലാണ് കേട്ടോ. ദിൽനയുടെ സിംഗിങ്ങിൽ ഭയങ്കര എക്സ്പ്രസീവായിട്ടാണ് പാടുന്നത്. നന്നായി പാടി ദിൽന. ആദിഷിൻ്റെ പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ തവണ കുറച്ച് ഉഴപ്പിക്കളിച്ച കുട്ടിയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറയട്ടെ, മോൻ ഈ കോമ്പറ്റീഷനിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ആയിരിക്കണം കേട്ടോ, ഉഴപ്പിയിട്ടൊന്നും കളിക്കരുത്. മോൻ നന്നായി പാടി. പല സ്ഥലത്തും നല്ല എക്സ്പ്രഷൻ കൊടുത്ത് പാടി. പാട്ടിൽ കൊടുക്കേണ്ട ആ ഒരു എക്സ്പ്രഷനും ഫീലും ഒക്കെ രണ്ടാളും മോനും ഇതിൽ കൊണ്ടുവന്നു. പിന്നെ എനിക്ക് മോൻ്റെ ഇതിൽ പറയേണ്ട കാര്യം, മോൻ പാടുന്ന സംഗതികളൊക്കെ ഇല്ലേ, എത്ര സ്പീഡ് പാട്ട് എത്ര സ്പീഡാണെങ്കിലും ഭയങ്കര സ്പീഡിലുള്ള തിങ്സ് പോലും മോന് ഭയങ്കര കൂളായിട്ട് പാടും. ഞാൻ ആ ഒരു കഴിവ് കണ്ടിട്ടുള്ളത് കണ്ണൂർ ഷെരീഫ് ഖാനാണ്. ഭയങ്കര എത്ര ഇതാണെങ്കിലും പ്ലാൻസൊക്കെ ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് പാടുന്ന ഒരു സിംഗറാണ്. അതേ ഒരു കഴിവാണ് ഞാൻ മോനിലും കാണുന്നത്. ഇതേ ലെവലിൽ മോൻ പോവുകയാണെങ്കിൽ വലുതാകുമ്പോൾ ഭയങ്കര ഹൈറ്റ്സിലെത്തും കേട്ടോ. അപ്പം എൻ്റെ എല്ലാ വിഷസും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജ്ല ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. അങ്ങനെ ഛോട്ടാസ് ബഡാസുമായിട്ടുള്ള ഈ ഒരു ഡുവറ്റ് പെർഫോമൻസിനുള്ള മാർക്ക് നമുക്ക് ചോദിക്കാം. ആദിഷിൻ്റെ ആദ്യം രഹ്നത്ത ഔട്ട് ഓഫ് 40. നല്ല ടഫായിട്ടുള്ളൊരു സോങ് ആണ്. അത് നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തു. 39.5. 39.5 ഔട്ട് ഓഫ് 40. ഫിറോസിക്ക. ആദിഷിന് 39. 39 ഔട്ട് ഓഫ് 40. സജ്ല. 19.5. 19.5 ആണ് ഔട്ട് ഓഫ് 20. അങ്ങനെ ആദിഷ് മാർക്ക് അറിയണ്ടേ? എത്രയായിരിക്കും? അറിയില്ല. 98 ഔട്ട് ഓഫ് 100. ഗ്രേറ്റ് സ്കോർ. ആദിഷ് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ 5th റൗണ്ട് കഴിഞ്ഞ് പോയപ്പോൾ അപ്പം നമുക്ക് ഫസ്റ്റ് പ്രൈസ് ഒന്നും കിട്ടിയില്ലല്ലോ ആ റൗണ്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ എന്തൊക്കെയായിരുന്നു വീട്ടിൽ ചെന്നതിന് ശേഷമുള്ള ഒരു പ്രിപ്പറേഷൻ തിരിച്ച് ഈ ഒരു 6th സ്റ്റേജിലേക്ക് വരാനായിട്ട്? എക്സ്ട്രാ മാർക്കുണ്ട്, അതുകൊണ്ട് ചോദിച്ചേ. കുറെ പാടി നോക്കി അല്ലേ, പ്രാക്ടീസ് ചെയ്തല്ലേ? മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഉത്തരം പറഞ്ഞത്. സാരില്ല, 2 മാർക്ക്. അപ്പോൾ ആദിഷ് ടോട്ടൽ സ്കോർ 98 ഔട്ട് ഓഫ് 100 ആണ്. ഒരു 2 മാർക്ക് ബാക്കി എടുക്കുന്നുണ്ട്. അടുത്ത റൗണ്ടിൽ ആ 2 മാർക്കും കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ദിൽന. കൺഗ്രാറ്റ്സ്. അപ്പോൾ അടുത്തത് ഛോട്ടാസ് ബഡാസുമായിട്ടുള്ള ഒരു ടീം ബേസ്ഡ് പെർഫോമൻസ് ആണ്. ടീം ആരാണെന്ന് അറിയണ്ടേ? ലെറ്റ്സ് ഹാവ് എ ലുക്ക്. അങ്ങനെ ഛോട്ടാസ്
ഛോട്ടാസ് ബഡാസിൽ ടീം ബേസ്ഡ് പെർഫോമൻസിലുള്ള ടീമിനെ നമ്മളിതാ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഛോട്ടാസ് ഭയങ്കര യൂണിറ്റിയിലാണല്ലോ, ഫുൾ വൈറ്റ് ഒക്കെ ഇട്ടിട്ട്. ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പാടാൻ പോണേ? ഭക്തിഗാനമാണ് പാടുന്നത്. പ്രയർ ബേസ്ഡ് ആണ്, അതുകൊണ്ടായിരിക്കും ഇവർ ആ ഒരു പീസൊക്കെ മനസ്സിൽ വെച്ചിട്ട്. ഓക്കെ, ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? ചാവക്കാട് റഹ്മാൻ സംഗീതം ചെയ്ത അദ്ദേഹത്തിന് നല്ലൊരു ഗാനമാണ് അല്ലാഹു അക്ബർ എന്ന കീർത്തനത്തിൽ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഛോട്ടാസ്, റെഡി അല്ലേ പാടാനായിട്ട്? എന്താ ഒരു കള്ളച്ചിരി ഉണ്ടല്ലോ ജാവസേ, എന്താണ്? ഒന്നുമില്ല അല്ലേ? അപ്പൊ നല്ലപോലെ പാടില്ലേ? ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്, എല്ലാവരും തകർക്കും. ഓക്കെ, ഡു കീർത്തനത്താലാവേശം അലതലിരക്കം ചിന്തിയ ബദരീങ്ങളെ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതലിരക്കം ചിന്തിയ ബദരീങ്ങളെ കഥയിത് ഖുർആനിലോതിടുന്നു കഥയിത് ഖുർആനിലോതിടുന്നു അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതലിരക്കം ചിന്തിയ ബദരീങ്ങളെ അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതലിരക്കം ചിന്തിയ ബദരീങ്ങളെ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ
റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താൽ ആവേശം അലതലിരക്തം ചിന്തിയ ബദരീങ്ങളെ അലതലിരക്തം ചിന്തിയ ബദരീങ്ങളെ അലതലിരക്തം ചിന്തിയ ബദരീങ്ങളെ അലതലിരക്തം ചിന്തിയ ബദരീങ്ങളെ. അങ്ങനെ ഛോട്ടാസ് അതുപോലെ തന്നെ ബഡാസിൻ്റെ ഒരു ഡിവോഷണൽ സോങ് ആയിരുന്നു നമ്മൾ കേട്ടത്. അവർ പ്രെയർ ബേസ്ഡ് റൗണ്ടിലായിരുന്നു പാടിയിരുന്നത്. ശരിക്കും വളരെ ടച്ച് ചെയ്തു കേട്ടോ പാട്ട്. നല്ലൊരു ഒരു ഡിവോഷണൽ മൂഡ് തന്നെയായിരുന്നു ഇവിടെ. അപ്പോൾ നമുക്കിനി ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം. അതിനു മുമ്പ് നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. കാരണം ഇത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങളെ നല്ലപോലെ പഠിപ്പിച്ചതും അത് സപ്പോർട്ട് ചെയ്തതൊക്കെ ഇവർ തന്നെയാണ്. എന്ത് തോന്നി? അവർ നന്നായിട്ട് പാടി. നന്നായി പാടിയല്ലേ സീനത്ത്? വളരെ ഹാർഡ് വർക്കിംഗ് ആണ് 3 പേരും. അവർ നന്നായിട്ട് അവരുടെ മാക്സിമം പെർഫോം ചെയ്തിട്ടുണ്ട്. അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ആദ്യമായിട്ട് സച്ചില. നല്ലൊരു ടീമിനെയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സീനത്ത് ഫാർഷ ആണെങ്കിലും നല്ല സോഫ്റ്റ് സിംഗിങ് ആയിരുന്നു നിങ്ങളുടെ രണ്ടാളും. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ കുട്ടികളാണെങ്കിലും നിങ്ങളുടെ ആ ഗ്രൂപ്പ് സിംഗിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് ഞങ്ങൾ പിന്നെ ദേശഭക്തി ഗാനത്തിനും സംഘഗാനത്തിനൊക്കെ ഞങ്ങൾ മത്സരിക്കുന്ന അതാണ് ഓർമ്മ വന്നത്. നിങ്ങളിപ്പോൾ ആ ഒരു മത്സരത്തിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ്. അത്രക്കും നീറ്റായിരുന്നു ത്രൂ ഔട്ട്. നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഗ്രൂപ്പ് സിംഗിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് തന്നെ പറയാം. നല്ല വൃത്തിയായിട്ട് പാടി എല്ലാവരുടെ പോർഷൻസും എല്ലാവരും നല്ല വൃത്തിയായിട്ടാണ് പാടിയത്. പിന്നെ നിങ്ങൾ പാടിയ ഫസ്റ്റത്തെ വിരുത്തം ഉണ്ടല്ലോ, അതൊക്കെ എന്താ പറയുക, അശ്വിൻ നല്ല ഹൈ ടോണിലാണ് പാടിയത്, ജാവിസ് ബേസിൽ. അപ്പോൾ ജാവിസിൻ്റെ വോയിസ് നല്ല ഗെയിൻ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ബേസിൽ പാടുമ്പോൾ നല്ല ഡെപ്തായിരുന്നു. രണ്ടാളും നല്ല മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ അനുപല്ലവിയിൽ 3 ആളും ഒരുപോലെ തന്നെ നന്നായിട്ട് അവരവരുടെ പോർഷൻസ് നന്നായിട്ട് പാടി. പക്ഷെ ഒരു 0.5 ഒരു ബെറ്റർ ആയിട്ട് പാടിയത് അശ്വിനായിരുന്നു. നിങ്ങളുടെ 3 ആളുടെ കൂട്ടത്തിൽ അനുപല്ലവിയിലൊക്കെ എല്ലാവരും നന്നായി പ്രസൻറ്റ് ചെയ്തു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സച്ചില. ഫിറോസിക്ക. ഗംഭീരമായിരുന്നു, അസാധ്യമായി കേട്ടോ. ഭയങ്കര കളറായിരുന്നു. താങ്ക് യു. ഭയങ്കര ഒരു സജില പറഞ്ഞത് തന്നെ ഞാനത് ഏറ്റുപറയുന്നു. ഭയങ്കര ഒരു ഇങ്ങനെയാണ് ഗ്രൂപ്പ് സോങ് എന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. സാധ്യമായി നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. എല്ലാ ഭാഗങ്ങളും. വിരുത്തം നിങ്ങൾ എത്തിപ്പിടിക്കുമെന്ന് ഞാൻ പേടിച്ചു പോയി. വിരുത്തത്തിൽ കുറേയും കൂടെ പ്ലാനുകൾ റഹ്മാൻക്ക് ട്യൂൺ കൊടുത്ത്, റഹ്മാൻക്കയും ചാവക്കാട് റഹ്മാനും ആബിദ റഹ്മാനും ആണ് പാടിയത്. അദ്ദേഹം ട്യൂൺ കൊടുത്തതിൽ കുറച്ചുകൂടെ ഒക്കെ പ്ലാനുകളുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ തൊണ്ടയ്ക്ക് ചിലപ്പോൾ എത്തിപ്പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളുടെ ഗ്രൂമിങ് സെക്ഷനിൽ അതൊന്ന് ലൈറ്റ് ആക്കിയതായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാട് പ്ലാൻസ് പാടുമ്പോൾ അതെ ക്ലാഷ് വരുമ്പോൾ അപ്പം അതുകൊണ്ട് അങ്ങനെ അല്ലാഹു അക്ബർ അല്ലാ എന്നാണ് ശരിക്കും. പിന്നെ അഖിലാണ്ട് അത് റഹ്മാൻക്കയുടെ ഒരു സ്റ്റൈലാണത്. ധുനിയാൽ എന്നാണ്. അല്ലാഹു അക്ബർ എന്നാണ് അവസാനത്തത്. അതൊക്കെ നിങ്ങൾ ലൈറ്റ് ആക്കിയെങ്കിലും ഭംഗിയായി. 3 പേരും ഡിവൈഡ് ചെയ്ത് പാടിയത്. പിന്നെ ജാവിസ് അതിൻ്റെ ഒക്കെ ബേസായിരുന്നു കൂടെ പോയിരുന്നത് അല്ലേ? അതെത്ര ശ്രദ്ധാപൂർവ്വമാണ് പാടിയത് കേട്ടോ. 3 പേരും പാടിയതിൽ ഒരു ലേശം ഒരു പ്ലാനുകളൊക്കെ ഒന്നുകൂടി ഭംഗിയാക്കി പാടിയത് അശ്വിനാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും മറ്റ് ആരും 2 പേരും താഴെയാണെന്നല്ല ഉദ്ദേശിച്ചത് കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. രഹനത്ത. എനിക്കും കൂടുതലൊന്നും പറയാനില്ല. ഞാനിപ്പോൾ പെട്ടെന്നൊരു പ്രൈസ് തരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രൂപ്പ് മ്യൂസിക് നമ്മൾ പറയില്ല, അനൗൺസ് ചെയ്യുമല്ലോ, ഫസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. താങ്ക് യു. കാരണം എനിക്കത് തോന്നി, നമ്മളൊക്കെ അതേപോലെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും. അത്രയും പ്രാക്ടീസ് ചെയ്ത്, കാരണം ഇൻഡസോൺ ആ കോളേജിൽ കേട്ടോ ഗ്രൂപ്പ് മ്യൂസിക് നമുക്ക് തന്നെയായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇൻഡസോൺ ഗ്രൂപ്പ് മ്യൂസിക്കിന്.
അപ്പോൾ ആ ഒരു ഇതൊക്കെ എനിക്ക് തോന്നി. ശരിക്കും പഠിച്ച് നമ്മൾ ആ ട്രെയിനിങ് യൂണിഫോം അങ്ങനെയൊക്കെ കൊടുത്ത് ഇവർക്ക് പിന്നെ അങ്ങനെ ഇങ്ങോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ കളർ ഇതൊക്കെ പറഞ്ഞ് പിന്നെ നമ്മുടെ സപ്പോർട്ട് ചെയ്ത് വായിക്കുന്നവരും ഒക്കെ കറക്റ്റായിട്ട് ആ ഒരു നിങ്ങളെ നിപ്പൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ കോമ്പറ്റീഷൻ ഒരു സ്റ്റേജ് വന്നാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ തന്നെയാണ് നിങ്ങൾ തുടക്കം നിന്നേരുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഇപ്പോൾ പ്രൈസ് അനൗൺസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രൈസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ അതിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞത്. അത്രയ്ക്ക് ഓരോ സെക്ഷൻ അതായത് കൊടുത്തതും അത് ഭംഗി എവിടെ ഒരു നിങ്ങൾക്കൊരു ഇത് പറയാനില്ല. ആ ഒരു നിങ്ങൾ വരുന്നിടത്ത് പോലും ഒരാളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പായിട്ട് വരണം, അവിടെ ഒരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അത് കറക്റ്റാണ്. എങ്ങനെയെങ്കിലും ഒരു ഇത് ഒരു ഒരു ഇതും വന്നിട്ടില്ല. പിന്നെ ഇൻഡിവിജ്വൽ ആവട്ടെ എനിക്ക് വലിയൊരു കുഴപ്പമൊന്നും തോന്നിയില്ല. നിങ്ങളുടെ 3 ഭാഗത്തുനിന്നും ഒരു കുഴപ്പം ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഒരു ഇത്തിരി എന്ന് നേരത്തെ പറഞ്ഞ മാതിരി അശ്വിൻ്റെ ഒരു ഇത്തിരി കുറച്ച് കൂടുതൽ മുന്നിട്ട് നിൽക്കണു. പക്ഷേ ബാക്കി ആരും മോശമായിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു നിങ്ങൾ ആ പ്രസൻറ്റ് ചെയ്തതാണ് അതെനിക്ക് തോന്നുന്നു ഇവരുടെ നന്നായിട്ട്. ഈ ടീച്ചർ എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് വിഷമാവും, പക്ഷെ 2 പേരുടെ ആ ഒരു ഇത് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. കാരണം നിങ്ങളിവിടെ വരുമ്പോൾ ഞാൻ ഓരോ കാര്യം ശ്രദ്ധിക്കും. കാരണം കുട്ടികളുടെ അടുത്ത് ശ്രുതി നോക്കണേന്നും പിന്നെ കറക്റ്റ് ആക്കണേ അങ്ങനെയൊക്കെ നമ്മളൊക്കെ പറഞ്ഞു തരുന്നൊക്കെ ഉണ്ടല്ലോ. അത് നമ്മൾ അത്രയും നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ആ ബാക്കിങ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാം. അപ്പം നിങ്ങളതൊക്കെ തന്നെ നമ്മുടെ പാട്ടിലും കൂടി അത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. താങ്ക് യു റഹിത ആൻഡ് താങ്ക് യു ജഡ്ജസ്. അങ്ങനെ നമ്മുടെ അശ്വിനും അതുപോലെ തന്നെ ആനും പിന്നെ നമ്മുടെ ജാവസിനും എത്ര മാർക്സ് ആണെന്നുള്ളത് നമുക്ക് ചോദിക്കണം. എങ്ങനെയാണ് ഫാരിഷ, സീനത്ത്, നമുക്ക് ചോദിക്കാം അല്ലേ? ആദ്യം ആരുടെ മാർക്ക് ചോദിക്കണ്ടേ? ജാവസിന്റെ ചോദിക്കാം. അപ്പോൾ ജാവസിന്റെ മാർക്സ് നമുക്ക് റഹ്നത്തിന്റെ അടുത്ത് ചോദിക്കാം. ഇതാ 100-ൽ നിങ്ങൾ 3 ജഡ്ജസും കൂടെ എടുത്തിട്ടുള്ള ഡെസിഷൻ എത്രയാണ്? 95.5. 95.5 ആണ് ഔട്ട് ഓഫ് 100 ജാവസിന് ലഭിച്ചിട്ടുള്ളത് പ്രെയർ ബേസ്ഡ് ടീം സോങ്ങിന്. ഇനി ആൻമരിയുടെ മാർക്സ് ആൻമരിയുടെ പ്രിയപ്പെട്ട ഫിറോസ് കോഡ് തന്നെ നമുക്ക് ചോദിക്കാം. ഫിറോസിക്ക. ആൻമറിയുടെ മാർക്ക് 95.5. സെയിം 95.5 ആണ് ഔട്ട് ഓഫ് 100. ഇനി അശ്വിന്റെ മാർക്സ് നമുക്ക് ചോദിക്കാം. സച്ല. അശ്വിന് ഞങ്ങൾ തരുന്ന മാർക്ക് 96 ഔട്ട് ഓഫ് 100. അങ്ങനെ 3 പേരുടെ 3 ചോട്ടാസിൻ്റെ മാർക്സ് നമ്മൾ കേട്ടു, അറിഞ്ഞു, അവരുടെ പാട്ടും കേട്ടു. സോ നിങ്ങളോട് ബഡാസിനോട് ഇത്രേ പറയാനുള്ളൂ. ഇത്രയും സപ്പോർട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു. ഇനിയും നമ്മളത് പ്രതീക്ഷിക്കും. വീണ്ടും കാണും. താങ്ക് യു. കൺഗ്രാറ്റ്സ് ടു. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു സ്വീറ്റ് ഡുവറ്റ് കേട്ടാലോ? അപ്പോൾ ചോട്ടാസും ബഡാസും തന്നെയാണ് ഈ വേദിയിൽ എത്താൻ പോകുന്നത്. പക്ഷെ ഒരു ചോട്ടയും ഒരു ബഡയും. അപ്പോൾ ഒരു ബഡ ബായ്, ഒരു ബിഗ് ബി ഇപ്പം നമ്മളോടൊപ്പം ഉണ്ട്. ആദ്യം ആ ഒരു ബഡ ബായിയെ നമുക്ക് വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഗഫൂർ ഇക്ക. ഇക്ക, അങ്ങനെ ടീം ബേസ്ഡ് പെർഫോമൻസ് നമ്മൾ കണ്ടു. ഇപ്പൊ ഡുവറ്റിനായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് അതിന് മുന്നോടിയായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്? നല്ലൊരു അടിപൊളി ഡുവറ്റ് സോങ് ആണ് ഇത്. രഹന പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. നല്ലൊരു പുണ്യമോള് വളരെ നന്നായി പാടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏതായാലും കൂടെ പാടാനായിട്ട് നമുക്ക് പുണ്യക്കുട്ടിയും കൂടെ വിളിക്കാം അല്ലേ? സ്വാഗതം ചെയ്യുന്നു പുണ്യ. പുണ്യ, എന്തോ പേര് മാറ്റേണ്ടി വരുമോ? എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് ലുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ അത് സ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പച്ചക്കിളി എന്താ പറയുക, തട്ടൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. താങ്ക് യു. ഇപ്പം രഹനത്തെ പാടിയ പാട്ടാണെന്ന് ഗഫൂർക്ക പറഞ്ഞു. ഏത് പാട്ടാ? മെഹബൂബ് നീ എൻ്റെ. സെയിം അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലുക്ക് കിട്ടാനാണ് അല്ലേ ഈ ഒരു കോസ്റ്റ്യൂമും ഈ ഒരു വേയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പാട്ടൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ഏകദേശം ഒരു എത്ര തവണ പാടി നോക്കിയിട്ടുണ്ടായിരിക്കും? എണ്ണി നോക്കാൻ പറ്റില്ല അല്ല, അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ പാടാൻ പറ്റട്ടെ. ആൻഡ് ഗഫൂർക്ക് ഉണ്ടാവും കേട്ടോ കൂടെ സപ്പോർട്ട് ചെയ്യാൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മെഹബൂബേ നീ എൻ്റെ കരളിൻ്റെ കിളിവാതിൽ തുറന്നില്ലേ, ഉലകത്തിൻ ഖജനാവിൽ അതിർപ്പങ്ങൾ സ്വരുക്കൂട്ടിയിരിപ്പല്ലേ. മെഹബൂബ നീ എൻ്റെ കരളിൻ്റെ കിളിവാതിൽ തുറന്നില്ലേ, ഉലകത്തിൻ ഖജനാവിൽ അതിർപ്പങ്ങൾ സ്വരുക്കൂട്ടിയിരിപ്പല്ലേ. എന്റെ കൽബകം പ്രണയത്തിൻ പറുദിസയാക്കിയ സുൽത്താന,
എൻ്റെ സുൽത്താന. മെഹബൂബേ നീ എൻ്റെ കരളിൻ്റെ കിളിവാതിൽ തുറന്നില്ലേ പുളകത്തിൻ ഖജനാവ് അതിർപ്പങ്ങൾ സ്വരുക്കൂട്ടിയിരിപ്പല്ലേ. മെഹബൂബ നീ എൻ്റെ കരളിൻ്റെ കിളിവാതിൽ തുറന്നില്ലേ ഉലകത്തിൻ ഖജനാവിൽ ആദർപ്പങ്ങൾ സ്വരുക്കുട്ടിയിരിപ്പല്ലേ. ശംസൊളിവായി നിൻവരവെന്നും കണി കണ്ട് പൊന്നേ ഉണരുന്നു ഞാനേ കനവുകളിൽ ബദറുൽ മുനീറായി തെളിയുന്നതെന്നും മുഖമധു ശംസൊളിവായി നിൻവരവെന്നും കണി കണ്ട് പൊന്നേ ഉണരുന്നു ഞാൻ കനവുകളിൽ ഹുസ്നുൽ ജമാലായി തെളിയുന്നതെന്നും മുഖമധു നിന്റെ. വരുമൊരു നാളിൽ നീ ധാരണ മണിയറയിൽ വരുമൊരു നാളിൽ ഞാൻ മാരനായി മണിയറയിൽ തരുമെന്ന് ഞാൻ എൻ്റെ കരളിൻ്റെ സമ്മാനം. എൻ്റെ കൽബകം അഴകേറും മലർവനിയാക്കിയ സുൽത്താന എൻ്റെ സുൽത്താന. മെഹബൂബേ നീ എൻ്റെ കരളിൻ്റെ കിളിവാതിൽ തുറന്നില്ലേ ഉലകത്തിൻ ഖജനാവിൽ അതിർപ്പങ്ങൾ സ്വരുക്കൂട്ടിയിരിപ്പല്ലേ. ഓ മെഹബൂബ നീ എൻ്റെ കരളിൻ്റെ കിളിവാതിൽ തുറന്നില്ലേ ഉലകത്തിൻ ഖജനാവിൽ അതിർപ്പങ്ങൾ സ്വരുക്കുട്ടിയിരിപ്പല്ലേ. കരളെ നീ കളിചിരിയോടെ കളിത്തൊപ്പിൽ വായോ ഇഷൽ മൂളിത്തായോ കൽബിനുള്ളിൽ തെളിയുന്നതെന്നും നിൻമുഖം മാത്രം നിന്നവൊളിവോടെ. പ്രിയനേ നീ കളിച്ചിരിയോടെ കളിത്തോപ്പിൽ വായോ ഇശൽ മുളിത്തായോ കൽബിനുള്ളിൽ തെളിയുന്നതെന്നും നിൻ മുഖം മാത്രം നിനവൊളിവോടെ. മഹിമകൾ നിറഞ്ഞോളേ മലർമത്ത വിരിക്കൂലേ മധുരപ്പു മണിമാറാ മലർമെത്ത വിരിച്ചിടാ മനസ്സിന്റെ മണിയറയൊരുക്കി നീരിക്കില്ലേ. എന്നും ആശകൾ തീർക്കുവാൻ ഇണക്കിളിയായി വാ സുൽത്താനേ എൻ്റെ സുൽത്താനേ. മെഹബൂബേ നീ എൻ്റെ കരളിൻ്റെ കിളിവാതിൽ തുറന്നില്ലേ ഉലകത്തിൻ ഖജനാവിൽ അതിർപ്പങ്ങൾ സ്വരുക്കൂട്ടിയിരിപ്പല്ലേ. മെഹബൂബ നീ എൻ്റെ കരളിൻ്റെ കിളിവാതിൽ തുറന്നില്ലേ ഉലകത്തിൻ ഖജനാവിൽ അതിർപ്പങ്ങൾ സ്വരുക്കുട്ടിയിരിപ്പല്ലേ. വിരുന്നുട്ടൻ വരുകില്ലേ വിളിപ്പുറത്തായണയൂലേ സ്വപ്നങ്ങൾ തരുകില്ലേ സുവർഗം നീ കാട്ടൂലേ. എൻ്റെ കൽബകം പ്രണയത്തിൻ പറുദിസയാക്കിയ സുൽത്താന എൻ്റെ സുൽത്താന എൻ്റെ സുൽത്താന എൻ്റെ സുൽത്താനേ ആ സുൽത്താന എൻ്റെ സുൽത്താനേ ഓ സുൽത്താന എൻ്റെ സുൽത്താനേ.
പാടിയ സോങ് ആയിരുന്നു നമ്മുടെ ഗഫൂർക്കയും അതുപോലെ തന്നെ നമ്മുടെ ചോട്ടയായ പുണ്യം കൂടെ പാടിയത്. നല്ലൊരു സോങ് ആൻഡ് നല്ല പോലെ രണ്ടുപേരും കൂടെ പാടി. പുണ്യക്ക് അറിയ സോങ് സെലക്ട് ചെയ്ത് തന്നെ? എനിക്ക് ആഷിറഫ് സാർ അവിടെ നിന്ന് പറഞ്ഞു. അതെ അല്ലേ. ആൻഡ് പാടുമ്പോൾ ത്രൂ ഔട്ട് പുണ്യ ചിരിച്ച ഒരു കുറുമ്പിത്തരമൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ ഹാപ്പി ആയിരുന്നല്ലോ ഒന്ന്. എന്താണ് അതിന്റെ സീക്രട്ട്? ഫുൾ ചിരിച്ചൊരു കുറുമ്പി കുട്ടിയായിട്ടാണ് പാടിയിരുന്നത്. അങ്ങനെ ഒരു പാട്ട് സോങ് ആയതുകൊണ്ട് അതിൽ ലയിച്ച് പാടി അല്ലേ. ഫുള്ളി കംഫർട്ടായിരുന്നു. ആൻഡ് ഗഫൂർക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഈ പാട്ട് പാടിയ ആള് തന്നെ ഇവിടെയുണ്ട്, രഹനത്തയുണ്ട്. രഹനത്തയിൽ നിന്ന് തുടങ്ങാം നമുക്ക്. രഹനത്ത, ഗഫൂർ, പുണ്യകുട്ടി. ഗഫൂർ ആ പാട്ടൊന്നും ഇനിയും പോയിട്ടില്ലേ? പറഞ്ഞോ, എന്തേലും പറയാനുണ്ടോ? എന്റെ കൽബിലെ വെണ്ണിൽ ആ ഒരു മൂഡിലേക്ക് വന്നു. അതെ, നല്ല പാട്ടായിരുന്നു. നിങ്ങൾ ആ ഒരു രണ്ടുപേരുടെ ആ കെമിസ്ട്രി നമ്മൾ പറയും, അത് നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്തു അവിടെ. കാരണം നല്ല, എനിക്ക് തോന്നുന്നു നല്ല റൊമാൻറ്റിക് ആയിട്ട് ഗഫൂറിന്റെ ഭാഗത്ത് നമ്മോട്ട് വന്നിട്ടുണ്ട് പാട്ട്. റൊമാൻസ് ഇപ്പോഴും പോയിട്ടില്ല. എനിക്കത് തോന്നി പാട്ട് കഴിഞ്ഞിട്ട് ഗഫൂർ അതിൽ തന്നെ നിൽക്കുന്നത്. അല്ല, നമ്മളിങ്ങനെ സംസാരിക്കും, കാരണം ഒരുപാട് വർഷത്തെ നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ എന്തോ ഗഫൂറിൻ്റെ അടുത്ത് ഞാൻ ഈ ഡ്രസ്സിൽ തന്നെ വന്നപ്പോൾ എന്താ ഗഫൂറെന്ന് ചോദിക്കണം വിചാരിച്ചിരിക്കുന്നു. ഒരു നന്നായിട്ട് നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തു, നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു രഹനത്ത. ഫിറോസിക്ക, പുണ്യ വിത്ത് ഗഫൂർ. ഗഫൂർ നന്നായി സപ്പോർട്ട് ചെയ്തു. അവസാനത്തെ ഒരു ഒഴിച്ചാൽ നമുക്ക് പറയല്ലോ എന്തും അല്ലേ, രഹന പറഞ്ഞു. അതിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് പിന്നെ ഇനി വിട്ടുകൂടാന്നുള്ളൊരു മൂഡിലൊരു വന്നതാണ് അവസാനം. അത് ബാക്കിയൊക്കെ ആ പാട്ടിന് വേണ്ടത് തന്നെയാണ് ചേരുവകൾ. മ്യൂസിക് ഡയറക്ടറോട് ഞാൻ പറയുന്നില്ല ഗഫൂർ ഇങ്ങനെയൊക്കെ പാടിയെന്ന്, രവിയോട് പറയുന്നില്ല. പക്ഷേ മനോഹരമായി. അത് പുണ്യക്ക് ഭയങ്കര സപ്പോർട്ടീവായി ആ കാര്യങ്ങളൊക്കെ. ഇനി പുണ്യയിലേക്ക് വരാം. പുണ്യ നന്നായി പാടി മോളെ. പുണ്യയുടെ ഈ ഒരു ഭാവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കൊഞ്ചിപ്പാടുക, അത് ലക്ഷ്മി കറക്റ്റാണ്. ലക്ഷ്മിക്ക് അത് തോന്നിയെങ്കിൽ, ലക്ഷ്മി ഒരു സിംഗറാണ്, പാടിക്കാം നമുക്ക് ഒരു എപ്പിസോഡിൽ, അത് വരുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി അത് ചോദിച്ചെങ്കിൽ ലക്ഷ്മിക്ക് അത് മനസ്സിലായി എന്നുള്ളത് ഞങ്ങളിവിടെ ഇരുന്ന് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. അതാണ് ലക്ഷ്മി ചോദിച്ചത്. അപ്പം മോളത് ഉൾക്കൊണ്ട് പാടി എന്നുള്ളത് ലക്ഷ്മിക്ക് മനസ്സിലായെങ്കിൽ പ്രേക്ഷകർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും മനസ്സിലായി എന്ന് അണ്ടർസ്റ്റുഡാണ്. 100% കേട്ടോ. മനോഹരമായിട്ട് പാടി. അതിൻ്റെ ആ കൊഞ്ചൽ കൃത്യമായിട്ട് കൊണ്ടുവന്നു, എല്ലാ സ്ഥലത്തും. ഇതും എനിക്ക് പറ്റും എന്ന് തെളിയിച്ചു ഈ സ്റ്റൈലും. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. ഇനി നമുക്ക് ഈ ഒരു ഡുവറ്റ് പെർഫോമൻസ്, ഈ ഒരു റൊമാൻറ്റിക് പെർഫോമൻസിനെ കുറിച്ച് ചോദിക്കാം. സജില എടുത്ത്. സജില, ഗഫൂർക്ക, ആ റൊമാൻസ് ഉള്ളതുകൊണ്ടാണോ ഇന്ന് ഒരു എക്സ്ട്രാ സൗന്ദര്യമൊക്കെ? ഞാൻ റൊമാൻസ് പഠിച്ചുകൊടുന്നറിയാം. സജിലയുടെ ഫാദറിന്റെ പാട്ട് കേട്ടോ, ഞങ്ങൾക്ക് സത്യമായിട്ട് പറയാം. കാരണം ഇത്രയും നല്ല പാട്ട് എനിക്കറിയാം. എൻ്റെ ഉപ്പാടെ പാട്ട് അതേ റേഞ്ചിൽ പാടുന്ന ഒരു സിംഗറാണ് ഗഫൂർക്ക. ഭയങ്കര ഹൈ സീക്കും ഡീക്കൊക്കെ പാടുന്ന ഒരു സിംഗറാണ്. അപ്പോൾ എനിക്ക് ഈ പാട്ടിൽ തോന്നിയ പുണ്യെ ഒരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ് ഗഫൂർക്ക തന്നിരിക്കുന്നത്. കാരണം മോക്ക് വേണ്ടിയിട്ട് നല്ലോണം റേഞ്ച് കുറച്ചിട്ടാണ് ഗഫൂർക്ക സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് മോളുടെ സിംഗിങ് കേൾക്കുമ്പോൾ മഞ്ചരിയുടെ ഒരു ടച്ചൊക്കെയാണ്, ആ ഒരു സ്റ്റൈലാണ് മോളുടെ സിംഗിങ്. ട്രൈ ചെയ്താൽ മഞ്ചരിയുടെ ഒക്കെ ആ ലെവലിലെത്താൻ സാധിക്കും. അപ്പോൾ എൻ്റെ എല്ലാ വിഷസും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സജില, താങ്ക് യു സോ മച്ച്. അങ്ങനെ ചോട്ടാസ് ബഡാസ് ഈ റൗണ്ടിൽ നമ്മുടെ ഡുവറ്റ് പെർഫോമൻസിന് പുണ്യക്ക് എത്ര മാർക്സ് ആണെന്നുള്ളത് നമുക്കറിയാം. രഹനത്ത, ഔട്ട് ഓഫ് 40? 39. 39 ഔട്ട് ഓഫ് 40. ഗ്രേറ്റ് സ്കോർ. ഇനി നമുക്ക് അടുത്ത ജഡ്ജിലേക്ക് പോവാം. ഫിറോസിക്ക, ഔട്ട് ഓഫ് 40? പുണ്യക്ക് 39. 39 again out of 40. സജില, പുള്ളിക്ക് ഞാൻ 19.5 തരുന്നു. താങ്ക് യു സജില ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. അങ്ങനെ പുണ്യ ടോട്ടൽ അറിയട്ടെ. 97.5 out of 100. അടിച്ചു മോളെ, അടിച്ചു കലക്കി. 97.5 അടിച്ചുകൊണ്ട് പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ പുണ്യ ബാക്ക്. താങ്ക് യു. അപ്പോൾ ഇത് പാടിയ ഒറിജിനൽ പാടിയ രഹനത്ത എവിടെയുണ്ട്? അപ്പോൾ ഈ ഭാവഗായകനോടൊപ്പം ഈ ഒരു പല്ലവി ഒന്നും കൂടെ പാടി കേൾക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. രഹനത്ത, പ്ലീസ്. മെഹബൂബേ, നീ എൻ്റെ കരളിൻ്റെ കിളിവാതിൽ തുറന്നില്ലേ, ഉലകത്തിൻ ഗജനാവിൽ അതിർപ്പങ്ങൾ സ്വരുക്കൊട്ടിയിരിപ്പല്ലേ. മെഹബൂബ, നീ എൻ്റെ കരളിൻ്റെ
കരളിൻ്റെ കിളിവാതിൽ തുറന്നില്ലേ ഉലകത്തിൻ ഖജനാവിൽ അതിർപ്പങ്ങൾ സ്വരുക്കുട്ടിയിരിപ്പല്ലേ വീരുന്നുണ്ടൻ വരുകില്ലേ, വിളിപ്പുറത്തായണയോലേ, സ്വപ്നങ്ങൾ തരുകില്ലേ, സുവർഗം നീ കാട്ടൂലേ. എൻ്റെ കൽബകം പ്രണയത്തിൻ പറുദിസയാക്കിയ സുൽത്താനേ എൻ്റെ സുൽത്താനാ. മെഹബൂബേ, നീ എൻ്റെ കരളിൻ്റെ കിളിവാതിൽ തുറന്നില്ലേ, ഉലകത്തിൻ ഖജനാവിൽ അതിർപ്പങ്ങൾ സ്വരുക്കുട്ടിയിരിപ്പല്ലേ. മെഹബൂബ നീ എൻ്റെ കരളിൻ്റെ കിളിവാതിൽ തുറന്നില്ലേ ഉലകത്തിൻ ഖജനാവിൽ